വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ 5 AM സ്റ്റാർട്ട് ചെയ്യണത് വെളുപ്പിന്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമുക്ക് കാമായിട്ട് നോയ്സ് ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് പഠിക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഓരോ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലേക്കും വല്ല സൗണ്ടൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന ടൈമിലേക്കും ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ സമയത്ത് ചൂസ് ചെയ്ത ടൈം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യോളജി ഫസ്റ്റ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ സൊസൈറ്റിയാണ് പഠിക്കുന്നത്. നല്ലൊരു ചാപ്റ്ററാണ്. അപ്പോൾ എനിക്ക് സംസാരിച്ച് എൻ്റെ തൊണ്ടയിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ പതുക്കെ പറയുന്നത്. അപ്പോൾ നല്ലൊരു ചാപ്റ്ററാണ്. ഇതിനകത്തെ ടോപ്പിക്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഫെമിലിയറാണ്. നമ്മൾ +1 പഠിച്ച ടോപ്പിക്സാണ്. പിന്നെ 2-3 ടോപ്പിക്സ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ടുള്ളൂ. പക്ഷെ അത് നമുക്ക് അറിയണ ടോപ്പിക്സാണ്. ഇപ്പോൾ സോഷ്യൽ മാപ്പ്, ജോഗ്രഫിക്കൽ മാപ്പ്, സെൽഫ് റിഫ്ലെക്സിവിറ്റി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കണത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കണതാണ്. ഇപ്പോൾ സോഷ്യൽ മാപ്പാണെങ്കിൽ നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ, സൊസൈറ്റിയിലുള്ള നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യണതാണ് സോഷ്യൽ മാപ്പ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്താ പറയുക, 3 മാർക്കിന് 2 മാർക്കിനാണ് ഉള്ളത്. പിന്നെ ആരാണ് ഇങ്ങനത്തെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, ഇപ്പോൾ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് പബ്ലിക് ഇഷ്യൂ ആർ റിലേറ്റഡ് ആരാ പറഞ്ഞ സി റൈറ്റ് മിൽസ് ആണ്, അമേരിക്കൻ സോഷ്യോളജിസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്, അതും സ്റ്റഡി വ്ളോഗ്. നിങ്ങൾക്കിപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്തോളാം. ഇപ്പോൾ സ്റ്റഡി വ്ളോഗ് ആണോ, കുക്കിംഗ് വീഡിയോസ് ആണോ, ക്രാഫ്റ്റ് വീഡിയോസ് ആണോ, ഗെറ്റ് റെഡി വിത്ത് മീ ആണോ, ഷോപ്പിംഗ് വീഡിയോസ് ആണോ, നെയിം മീറ്റിംഗ് ചലഞ്ച് എന്തായാലും ഇനി അടുത്ത് ഞാൻ ചെയ്യാം. ഞാൻ ഇപ്പോൾ പുറത്ത് പോകാത്തതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ഞാൻ പരമാവധി ഞാൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക ലോങ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ ഏത് വീഡിയോസിനാണെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ സോഷ്യോളജി സെക്കൻഡ് ചാപ്റ്റർ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗൈഡും കൂടെ നോക്കിയിട്ടാണ് പഠിക്കണത്. ഗൈഡ് നമ്മുടെ സ്കൂളിൽ നിന്ന് എന്താണ്, അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ എന്താ പറയുക, എനിക്കൊരു ചേച്ചി സ്വന്തമാണ്. അപ്പോൾ അതിനകത്ത് അത്ര വലിയ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഗൈഡും കൂടെ റെഫർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഉണ്ട്, 8 മാർക്കിനുള്ളത് പോയിൻറ്റ്സ് വൈസ് അല്ല, പാരഗ്രാഫ് വൈസ് ആയിട്ടുണ്ട്. ടെക്സ്റ്റിനകത്ത് പോയിൻറ്റ് വൈസ് ആണ്. അപ്പോൾ രണ്ടും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ എന്താ അടുത്ത് കഴിഞ്ഞ് പഠിക്കുന്നത് നമ്മുടെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ നമ്മുടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും മിക്സ് ആയിട്ടുള്ള ഡിഫറൻസ്, പിന്നെ ഡിപ്പെൻഡൻസി റേഷ്യോ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, പോപ്പുലേഷൻ പോളിസി, ഇയർ, അതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ കൈ കൊണ്ടൊക്കെ കാണിക്കണം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് പഠിക്കണത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ള ശീലമാണ് കൈ കൊണ്ടൊക്കെ ആക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുക. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ചാപ്റ്റർ ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും പഠിക്കുന്ന ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ എപ്പോഴും എഴുതി പഠിക്കും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ആ ചാപ്റ്ററാണ് ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവരും എവിടെ എത്തി പഠിച്ചു തുടങ്ങിയിട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടോ, പഠിച്ച് തുടങ്ങിയിട്ടില്ലേ ആ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എനിക്ക് ഭയങ്കര ദാഹം തോന്നിയപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് മൈക്രോയിലെ 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നോട്ട്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് നിർത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നോട്ട്സ് എഴുതുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ ടോട്ടൽ റവന്യൂ എന്താ പഠിക്കുന്നുണ്ട്, ആവറേജ് റവന്യൂ എന്താണെന്ന് പഠിക്കുന്നുണ്ട്, പ്രൈസ് ലൈൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ ഞാൻ എക്കണോമിക്സൊക്കെ ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഷീറ്റിനകത്ത് എഴുതിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു 5-6 പേജിനകത്ത് ഉണ്ടാവും ഇക്വേഷൻസൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഇക്വേഷൻസൊക്കെ ആണെങ്കിൽ മറന്നു കൊണ്ടിരിക്കാൻ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അതിപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് എടുത്ത് നോക്കാം. അല്ലെങ്കിൽ ബുക്കൊക്കെ മറിച്ച് നോക്കി വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഫ്ലാഷ് കാർഡ്സ്, പിന്നെന്താ നമുക്ക് അങ്ങനത്തെ ടിപ്സൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഫ്ലാഷ് കാർഡൊന്നും ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. 10th പഠിക്കുന്ന സമയത്ത് ഫ്ലാഷ് കാർഡ്സൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ലെക്ചർ നോട്ടൊക്കെ നോക്കി അങ്ങനെയാണ് പഠിക്കുക. പിന്നെ നമ്മൾ ടു ഡു ലിസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ അടുത്താണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്ര ദിവസം നമ്മൾ ഇത്ര ടോപ്പിക്സ് വെച്ച് പഠിക്കുക, ഇത്ര ഹവേഴ്സ് വെച്ച് പഠിക്കുക. ഇപ്പം ഞാൻ 5 ദിവസത്തേക്ക് 3 ഹവേഴ്സ് വെച്ച് പഠിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ പൂജ ഹോളിഡേയ്സ് വന്നു. അപ്പോൾ നമുക്ക് 3 ദിവസമാണ് പിന്നെ കിട്ടുക. നമ്മുടെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 2 ദിവസം അങ്ങനെ പോയി. അപ്പോൾ സാരില്ല, എന്നാലും നമുക്ക് 5 days പിന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വിചാരിച്ചു. നിർത്താനില്ല, കിട്ടണ ദിവസങ്ങളൊക്കെ മാക്സിമം നമ്മൾ പഠിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വീഡിയോസ് മാത്രം ഇട്ട് പോകണുള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത് നമ്മുടെ ചട്ടിച്ചോറാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. എന്താണെന്ന് എനിക്ക് അറിയണ്ട, ഭയങ്കര വിശന്നിട്ട് കഴിച്ചുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് റെഫർ ചെയ്യാണ്. അപ്പം നമ്മൾ ഗൈഡ് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ആ ചേച്ചി തന്ന ഒരു പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുന്നുണ്ട്. അതിനകത്ത് സമ്മറി, ഗ്രാമർ, പിന്നെ നമ്മുടെ അതർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അപ്രിസിയേഷൻ, നോട്ടീസ്, പ്രൊഫൈൽ സംഭവം അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരു ചേച്ചിയുടെ ബുക്കാണ്ട് തന്നതാണ്. പഴയ ബുക്കാണ്. ഞാൻ പുതിയത് വാങ്ങാൻ നിന്നില്ല. ഈ ഇയറും കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയത് വാങ്ങണ്ടെന്ന്. അപ്പോൾ പഴയ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ പഠിക്കണത് കേട്ടോ. അപ്പോൾ എല്ലാ ബുക്സും അങ്ങനെ തന്നെയാണ്, പുതുതായിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി പഴയ ബുക്കല്ല, പുതിയ ബുക്കാണ് തന്നെയാണ്. പ്രിൻറ്റും പുതിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊളിറ്റിക്സും എക്കണോമിക്സും ഏകദേശം പഠിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ബുക്സ് ആ ടോപ്പിക്സ് സബ്ജക്ട്സും ഞാൻ ഇതിനകത്ത് വലിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ നമ്മൾ പൊളിറ്റിക്സും എക്കണോമിക്സുമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സോഷ്യോളജി തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പിന്നെ ഇംഗ്ലീഷ് ഇപ്പോൾ തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര പുറകോട്ട് മീൻസ് നമ്മുടെ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഞാൻ തുറന്നു നോക്കില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് മാർക്സൊക്കെ ഭയങ്കര ലോ ആണ്. നമുക്ക് +1 ഇംഗ്ലീഷിനാണ് എനിക്ക് മാർക്ക് കുറവ്. പിന്നെ എക്കണോമിക്സ് ഭയങ്കര കുറവല്ല, എന്നാലും കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും ശരിയാക്കാം. അപ്പോൾ എനിക്ക് ഗ്രാമറിലാണ് കേട്ടോ മാർക്ക് എപ്പോഴും കുറയും. അത് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ നമ്മുടെ സമ്മറി സംഭവമൊന്നും വായിച്ച് നോക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്. അപ്പോൾ എൻ്റെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കുന്നത്, എനി വുമൺ. അപ്പോൾ ഞാൻ കൈ വെച്ചാണ് അത് അവിടെ. അതിനകത്ത് കുറച്ച് കലാവിരുതൊക്കെ ഉണ്ട്. ഞാനല്ല കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്ക് ബുക്സ് തന്നപ്പോൾ തന്നെ ഉണ്ട്, മിക്ക ബുക്സിനകത്തും ഉണ്ട് അങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ കൈ വെച്ചത്. അപ്പോൾ ആ പോയിന്റിനകത്ത് നമ്മൾ എന്താ പറയുക, എനി വുമൺ, നമ്മൾ വുമൺസിനെ പറ്റിയുള്ള ചാപ്റ്ററാണ്. പിന്നെ എന്താ പറയുക, ഈ ലൈൻസിൽ ഇതാണ് പറഞ്ഞത്, ഇന്ന പോയറ്റിക് ഡിവൈസാണ്, പിന്നെ ഇന്നിതിലാണ് എന്താ പറയുക, ഇതാണ് എക്സ്പ്രസ് ചെയ്യണത്, അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആക്കണത്. പിന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ എന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇപ്പോൾ എന്താ പറയുക, പഠിച്ചു തുടങ്ങിയിട്ടില്ലേ ഇതൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പഠിച്ചു തുടങ്ങിയാലും നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴേക്കും നല്ല മാർക്ക് മേടിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ തലേദിവസം പഠിച്ചാൽ കിട്ടുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്താലാണ് പഠിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതാണ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ആ സമയം ആകുമ്പോഴേക്കും ഭയങ്കര വെപ്രാളമാവും ഏത് പഠിക്കണം എന്ന് അറിയാണ്ട്. പിന്നെ എക്സാം ചൂടിലാകുമ്പോൾ പിന്നെ ഒന്നും തലയിൽ കയറാണ്ടോ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക്. അത് എന്താ പറയുക, പിന്നെ നമുക്ക് ആ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ടോപ്പിക്സ് വീണ്ടും പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോർഷൻസ് കവർ ചെയ്താൽ മതി. ഇപ്പോൾ പകുതി ചാപ്റ്റേഴ്സ് ആയിരിക്കില്ല നമുക്ക് ക്രിസ്മസിനാണ് ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഇത് ഇടയ്ക്ക് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് കഴിഞ്ഞാൽ വിട്ടു, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇപ്പം അങ്ങനെയാണ് റെഫർ ചെയ്തിട്ടാണ് ആ ടെക്നിക്ക് റെഫർ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പ്രൊഫൈൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ലഗാർഡ് ആളുടെ പ്രൊഫൈൽ, പിന്നെ ഇന്ന ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന ഇയറാണ്, ഇന്ന പ്ലേസാണ്, ഇത്ര എന്താ പറയുക, ഇത്ര ഇതുണ്ട്, ആൾ ഇത്ര എഡ്യൂക്കേറ്റ് ആണ്, പിന്നെ ആളുടെ ഫുൾ നെയിം, പാരൻസിൻ്റെ നെയിമാണെങ്കിൽ അത്, ഹസ്ബൻഡിൻ്റെ ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെയൊക്കെ പഠിക്കണത്. ഇതിനകത്ത് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ നെയിമൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ടോപ്പിക്സൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രൊഫൈലാണെങ്കിലും ഇടയ്ക്ക് നമുക്ക് എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ നെയിം കൊടുത്തിട്ട് അല്ലെങ്കിൽ ആളുടെ നെയിമൊക്കെ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ റെഫർ ചെയ്യും നമ്മുടെ മാച്ച് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗൈഡ് നോക്കി പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിൻ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ മാച്ച് ബോക്സ് പറഞ്ഞാൽ നല്ലൊരു ചാപ്റ്ററാണ്. നമ്മുടെ നോമിതയുടെ, പിന്നെ അജിത്തിൻ്റെയും ആശാപൂർണ ദേവിയുടെ ഒരു സ്റ്റോറിയാണ്. നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ നമ്മുടെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ചാപ്റ്റർ ഫസ്റ്റാണ്. ബ്രിക്സ്, ബീറ്റ്സ് ആൻഡ് ബോൺസ് ആണ് ചാപ്റ്റർ. അതിനകത്ത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയൊരു ചാപ്റ്ററാണ് കേട്ടോ. നല്ലൊരു ചാപ്റ്ററാണ്. എനിക്കിപ്പോൾ ഹിസ്റ്ററി പൊളിറ്റിക്സിലാണ് പൊതുവേ നല്ല മാർക്ക് സ്കോർ ചെയ്യാറ്. പിന്നെ സോഷ്യോളജി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്താ പറയുക, സബ്ജക്ട്സാണ് കുറച്ചും കൂടെ മാർക്ക് കൂടുതലായിട്ട് ഇപ്പോൾ നിൽക്കാറ്. എനിക്ക് അറിഞ്ഞുകൂടാ. പേഴ്സണലി ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഞാൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അങ്ങനത്തെ സബ്ജക്ട്സിലാണ് കേട്ടോ. ഇപ്പോൾ എനിക്കിഷ്ടം അതിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യില്ല. അപ്പോൾ ഭയങ്കര മടിയാവും എനിക്കപ്പോൾ പഠിക്കാൻ. അപ്പോൾ സമയത്ത് എനിക്കിഷ്ടമുള്ള സബ്ജക്ട്സാണ് പഠിക്കുക.
അപ്പോൾ അതിൻ്റെ മാർക്സൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ വരരുത്, നമുക്ക് ഫുൾ മാർക്ക് തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നല്ലൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. സജഷൻസും കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സമയം 9:30 നമ്മുടെ അപ്പോൾ പഠിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.